ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. വൃന്ദാവനത്തിൽ ഭഗവാനോടൊപ്പം വസിച്ചിരുന്ന ഗോപന്മാർ ഭഗവാനോടൊപ്പം ആ മണ്ണിൽ ഓടിക്കളിക്കുവാനും അവരുടെ ഭവനങ്ങളിൽ കയറി വെണ്ണ കെട്ടുണ്ണുവാനും കണ്ണൻ്റെ ബാലലീലകൾ കാണാനും ആസ്വദിക്കാനും അതിലുപരി ആ പൊന്നുണ്ണിക്കണ്ണനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുവാനും മാത്രം എന്ത് പുണ്യമാണ് ചെയ്തതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സമയത്ത് ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു. ഭഗവാൻ മഹാവിഷ്ണു ബ്രഹ്മാവിനോട് പറഞ്ഞ ആ കഥ നമുക്കൊന്ന് കേട്ടാലോ? സദാസമയം പശുക്കളെ പാലിക്കുന്നവരും ഗോരക്ഷ ഉപജീവന മാർഗമായിട്ടുള്ളവരുമാണ് ഗോപന്മാർ. പൂർവകാലത്ത് ശ്രുതിമാർക്ക് ഭഗവാന്റെ ആനന്ദമയമായ രൂപം ദർശിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഭഗവാൻ ശ്രീഹരിയോട് അപേക്ഷിച്ചു. അങ്ങനെ അവർ മനോഹരമായ ഗോലോക വൃന്ദാവനം എന്നുദ്ദേശിച്ചത് ഭൂമിയിലെ വൃന്ദാവനമല്ല, ബ്രഹ്മാണ്ടങ്ങൾക്കപ്പുറത്ത് അനേകം യോജനകൾക്കപ്പുറത്തായി ആദിശേഷമൂർത്തിയുടെ മടിയിലായി ഗോലോക വൃന്ദാവനം സ്ഥിതി ചെയ്യുന്നു. ആ ഗോലോക വൃന്ദാവനത്തിൽ രാധാറാണിയോടും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനോടുമൊപ്പം ഭഗവാനെ സേവിക്കുന്ന ഗോപികമാരെ കണ്ട അവർ തങ്ങൾക്കും അതുപോലെ ഭഗവാനെ സേവിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഭഗവാൻ ശ്രീഹരിയോട് അഭ്യർത്ഥിച്ചു. പിന്നീടുണ്ടാകാൻ പോകുന്ന സൃഷ്ടിയിൽ സാരസ്വതകൽപ്പം കഴിഞ്ഞാൽ അവരെല്ലാം ഭൂമിയിൽ ഭാരതഖണ്ഡത്തിൽ മധുരയിലെ വൃന്ദാവനത്തിൽ ഗോപികമാരായി ജനിക്കുമെന്ന് ഭഗവാൻ അവർക്ക് വാക്കുകൊടുത്തു. കൂടാതെ ഭഗവാന്റെ ശ്രീരാമാവതാര കാലത്ത് സീതാ സ്വയംവരം കഴിഞ്ഞ അവസരത്തിൽ ജനകപുരിയിലെ സ്ത്രീകൾക്കും ഇതേ ആഗ്രഹമുണ്ടായി. താൻ ദ്വാപരയുഗത്തിൽ ഈ ആഗ്രഹം സാധിപ്പിക്കുമെന്നും ഭക്തി, ദാനം, തപസ് എന്നിവയോടുകൂടി ഭഗവാനെ ഭജിച്ചു കൊള്ളാനും അരുൾ ചെയ്ത പ്രകാരം അവർ വൃന്ദാവനത്തിൽ ഗോപികമാരായി ജനിച്ചു. പിന്നെ ആരെല്ലാമാണ് ഗോപികമാരായി ജനിച്ചത് എന്നറിയണ്ടേ? വൈകുണ്ഠത്തിലെ മഹാലക്ഷ്മിയുടെ സഖിമാർ, ഊർധ്വവൈകുണ്ഠത്തിലെ ദേവിമാർ, ക്ഷീരസാഗരത്തിൽ നിന്നുണ്ടായ ദേവിയുടെ സഖിമാർ, ഇവരെല്ലാം ദ്വാപരയുഗത്തിൽ വൃന്ദാവന വിഹാരിയായ ഭഗവാനെ ലാളിച്ച് പ്രണയിച്ച് ഭഗവാനോടൊപ്പം ലീലകളാടി ആ ചിത്തചോരനായ കണ്ണനോടൊപ്പം വ്രജഭൂമിയിൽ ഗോപകന്യകമാരായി ജീവിച്ച് ഭഗവാനെ സേവിച്ചു. വേറൊന്നും വേണ്ടെൻ്റെ ഭഗവാനെ, അങ്ങേ സദാ സ്മരിക്കാൻ സാധിച്ചാൽ തന്നെ ജന്മം സഫലമായി. രാധേശ്യാം.